ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. പെരുന്നാൾ ദിനമായിട്ട് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ജുഫേറിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാൻഡ് മോസ്കിലാണ്. നമ്മൾ ജുഫേർ സൈഡിൽ പോകുമ്പോൾ നമുക്ക് വൈകിട്ടുള്ള സമയങ്ങളിൽ ഈ പള്ളി നമുക്ക് റോഡ് സൈഡിൽ കാണാം. ശരിക്കും ഒരു പാലസ് ലുക്ക്, എന്താ പറയുക, ഗ്രാൻഡ്, നമ്മുടെ പേര് പോലെ തന്നെ ഗ്രാൻഡായിട്ടുള്ളൊരു വ്യൂ ആണ്. ഞാനത് പ്രിഫർ ചെയ്യുന്നത് നൈറ്റ് ടൈം തന്നെ വിസിറ്റ് ചെയ്യാനാണ്. ഇത് ബഹ്റിൻ്റെ ക്യാപിറ്റലായ മനാമയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ വിസിറ്റിംഗ് ടൈം എഴുതിയേക്കുന്നത് 9 to 4 ആണ് വിസിറ്റേഴ്സിന് വേണ്ടി അലോ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ എൻട്രി നമുക്ക് പൂർണ്ണമായും ഫ്രീ ആണ്. അപ്പോൾ രാത്രി വന്ന് പല സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഞാനൊന്ന് വീഡിയോയിൽ കാണിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഇതിൻ്റെ എക്സാക്ട് ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വന്നിറങ്ങുമ്പോഴോ ഈ ഒരു വ്യൂ കിട്ടാനുള്ളൊരു ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ലോങ്ങിൽ പോയി നിന്ന് എക്സാക്റ്റ് സെൻറ്ററിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഞാൻ പകർത്താൻ ശ്രമിച്ചിരിക്കുന്നത്. പിന്നെ ഈ പള്ളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് 1984 4 വർഷമെടുത്തു ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാവാൻ. 1988 ബഹ്റിൻ അമീർ ഷെയ്ഖ് ഇസ ബിൻ സൽമാൻ അൽ ഖലീഫയാണ് ഈ പള്ളി തുറന്നത്. ഏകദേശം 6500 ചതുരശ്ര മീറ്ററാണ് വിസ്തൃതിയിലുള്ള ഈ പള്ളിയിൽ ഏകദേശം 7000 പേർക്ക് ഒരു സമയം ആരാധന നടത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇവിടെ ദിവസേനയുള്ള ജുമാ പ്രാർത്ഥനകളും വെള്ളിയാഴ്ചയിലുള്ള പ്രാർത്ഥനകളും ഈ പള്ളിയിൽ നടന്നു വരുന്നു. ഇതിൻ്റെ മുഴുവൻ പേര് അഹമ്മദ് അൽ ഫത്തിഹ് മസ്ജിദ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മുടെ OSS മാളിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ്, ജുഫേറിനുള്ള OSS മാളിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഇത് വരുന്നത്. ഇപ്പോൾ ഞാൻ പള്ളിയുടെ മെയിൻ കവാടത്തിലോട്ടാണ് എൻട്രി ആയിരിക്കുന്നത്. ശരിക്കും എന്താ പറയുക, ഒരു പീസ്ഫുൾ അന്തരീക്ഷമാണ്. ബഹ്റിൻ്റെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പള്ളിയാണ്, മസ്ജിദാണ് ദ ഗ്രാൻഡ് മോസ്ക്. ഇപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അതിൻ്റെ മെയിൻ കവാടമാണ് കാണുന്നത്. ഇതിൻ്റെ മെയിൻ കവാടത്തിന് ഫ്രണ്ടിലായിട്ടുള്ള സീലിംഗ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഇതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ നമ്മുടെ ഇന്നർ മൈൻഡ് ഒരു കൂളാവുന്നൊരു ഫീലാണ് നമുക്ക് കാണുന്നത്. ഭയങ്കര ഭംഗിയിലാണ് ഇവരിത് പണിതിരിക്കുന്നത്. അതിൻ്റെ ലൈറ്റും കാര്യങ്ങളും എല്ലാം വളരെ ഭംഗിയിലാണ് ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മെയിൻ കവാടമാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ വിസിറ്റേഴ്സ് വരുമ്പോൾ അവർക്ക് വായിച്ച് മനസ്സിലാക്കാനുള്ള ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അത് വായിച്ച് നോക്കണം. അവരുടെ ഡ്രസ് സ്റ്റൈലും അതുപോലെ തന്നെ ടൈമിങ്ങും കാര്യങ്ങളും എല്ലാം അവർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പള്ളിയുടെ അകത്തോട്ട് കിടക്കുകയാണ്. അതിനു മുമ്പ് അവിടെ നിന്ന് പുറത്തോട്ടുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. വലിയ പബ്ലിക്കോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല പീസ് എൻവയോൺമെൻറ്റാണ്. ഞാനിവിടെ പ്രിഫർ ചെയ്യുന്നത് നൈറ്റ് ടൈം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പേര് പോയി ഇരിക്കാൻ പറ്റിയൊരു നല്ലൊരു അന്തരീക്ഷമാണ്. ഇപ്പോൾ ഞാൻ അകത്തോട്ട് കയറിയപ്പോൾ കാണുന്നത് ഒരു ഓപ്പൺ സ്പേസ് ആണ്. വലിയ ആളുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അവിടെ. അറൗണ്ട് ഒരു 7 മണി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ ചെന്നത്. ഇതൊരു ഓപ്പണായിട്ടുള്ളൊരു സ്പേസാണ്. ഈ പള്ളിയിൽ മെയിനായിട്ട് ആരാധനയുണ്ട്, ഖുർആൻ പഠിപ്പിക്കുന്ന കേന്ദ്രമുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ലൈബ്രറിയും ഇവിടെ സ്ഥിതി ചെയ്യുന്നതാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഓപ്പൺ സ്പേസിലെ വ്യൂ ആണ് ഞാൻ നിങ്ങളെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ചുറ്റും ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയില്ലേ. നമുക്കവിടെ ചെല്ലുമ്പോൾ ചെരുപ്പ് നമ്മുടെ ഊരി വെക്കാനുള്ള പ്രത്യേക സൗകര്യം നമുക്കുണ്ട്. എന്താ പറയുക, ഞാൻ ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം പള്ളിയിൽ കയറുന്നത്. ശരിക്കും എന്നെ ഞെട്ടിച്ചു. ഇത് പള്ളിയുടെ അകത്ത് അവർ പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. ഇതാദ്യം വീഡിയോയിൽ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനോട് ചോദിച്ചതിന് ശേഷമാണ് ഞാനിത് ഇടുന്നത്. ഇതിൻ്റെ മുകളിൽ ഒരു ബാൽക്കണി ഉണ്ട്, അവിടെ നമുക്ക് കയറാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. ഞാൻ ചെല്ലുമ്പോൾ അവിടെ കുറച്ച് പേര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതിനകത്തോട്ട് കയറുമ്പോൾ നമുക്കൊരു കൂളിംഗ് ഇല്ലേ, അതൊരു എന്താ പറയുക, മനസ്സിന് അത്ര പീസ്ഫുള്ളാണ്. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ ബാൽക്കണിയിലോട്ടുള്ള വഴിയാണ് ഈ കാണുന്നത്, സ്റ്റെയറാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നേരത്തെ കണ്ട ഓപ്പണായ പ്ലേസ് എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ പില്ലറുകളും ലൈറ്റുകളും അറേഞ്ച് ചെയ്തേക്കുന്നത്. അത്ര ഭംഗിയിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്.
അപ്പോൾ നമുക്ക് ഇനി സെക്കൻഡ് ഫ്ലോറിലോട്ടൊന്ന് പോയി നോക്കാം. വലിയ ആളുകളും തിരക്കുകളൊന്നും ഇല്ല കേട്ടോ അവിടെ. ഇത് സെക്കൻഡ് ഫ്ലോറിലോട്ടുള്ള സ്റ്റെയറാണ് ഈ കാണുന്നത്. മുകളിൽ തുറന്നിട്ടുണ്ടെന്ന് അറിയില്ല. അവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും ഫർണിച്ചറിൻ്റെ വർക്കും പ്രത്യേകിച്ച് പറയേണ്ടതാണ്. ഇപ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് താഴത്തോട്ടുള്ള വ്യൂ ആണ് ഞാൻ ഈ കാണിക്കുന്നത്. ഒരു രക്ഷയില്ലാത്തൊരു ഫീലാണ് കേട്ടോ. അടിപൊളി വ്യൂ ആണ്. അപ്പം തീർച്ചയായും നിങ്ങൾ ബഹ്റിനുള്ളവർ ഈ മോസ്കിലൊന്ന് പോകണമെന്ന് ഞാൻ പറയുകയാണ്. ബാൽക്കണിയിലോട്ടുള്ള ഡോർ ക്ലോസ് ആയിരുന്നു. അപ്പോൾ ഞാൻ താഴത്ത് വന്നിരുന്നുണ്ട്. ഒന്നുകൂടി ആ ഓപ്പണായിട്ടുള്ള സ്പേസിലെ വീഡിയോ എടുക്കുന്നതാണ്. കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഫ്രീ ആയിട്ട് കുറച്ചിട്ട് ഇരുന്നിട്ടാണ് ഞാനിപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയത്. ഞാൻ പറഞ്ഞല്ലേ, നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഏരിയ ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വട്ടം ഇത് വിസിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ ഞാൻ അവിടുന്ന് പുറത്തോട്ട് ഇറങ്ങി. ഇത് വേറെ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ശരിക്കും നമ്മൾ പാർക്കിങ്ങിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.